Hi viewers, now we are going to discuss about research process. This is a continuation of previous class. So we will be discussing about the process involved in research. They are identifying a problem, review of literature, problem definition, formulation of hypothesis, research proposal, developing of research design, execution of project, analysis of data and reporting of the results. അതിൽ നമ്മൾ പ്രോബ്ലം ഡെഫിനിഷൻ വരെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫോർമുലേഷൻ ഹൈപ്പോത്തസിസ്, റിസർച്ച് പ്രപ്പോസൽ, ഡെവലപ്പിംഗ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്തൊക്കെയാണെന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഡെവലപ്പിംഗ് എ ഹൈപ്പോത്തസിസ്, റിസർച്ചിൻ്റെ പ്രോസസ്സിൽ അടുത്തതായിട്ട് ഒരു ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രീവിയസ് സ്റ്റെപ്സ്? പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, ലിറ്ററേച്ചർ റിവ്യൂ നടത്തുക, പ്രോബ്ലം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക. അടുത്തതാണ് ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഹൈപ്പോത്തസിസ് ഈസ് എ ടെൻറ്റേറ്റീവ് അസംഷൻ റിഗാർഡിംഗ് ദ സൊല്യൂഷൻ ഇൻ ദ പ്രോബ്ലം അണ്ടർ സ്റ്റഡി. നമ്മൾ ഏതൊരു പ്രോബ്ലമാണോ പഠിക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു സൊല്യൂഷൻ നമ്മൾ മുൻകൂട്ടി നമ്മൾ ഇന്നതാണെന്ന് ഒരു ഊഹം, ഒരു അസംഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ എക്സാമ്പിൾ ഇതായിരുന്നു. ഒരു കമ്പനിയുടെ അഡ്വർടൈസിങ്ങിനെ കുറിച്ച് ഒരു റിസർച്ചർ പഠിക്കുകയാണ്. അപ്പോൾ റിസർച്ചർ ഇവിടെ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യും. ഇൻഡോർ അഡ്വർടൈസിംഗ് ആണ് ആ കമ്പനിയുടെ സെയിൽസിന് വേണ്ടിയിട്ട് മികച്ചത്. ഇതാണ് ആ കമ്പനി നേരിടുന്ന പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ. അഡ്വർടൈസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ നേരിടുന്ന പ്രശ്നത്തിന് ഇതാണ് പരിഹാരം. ഇൻഡോർ അഡ്വർടൈസിംഗ് ആണ് ഈ കമ്പനിക്ക് ഏറ്റവും മികച്ചത്. അപ്പോൾ ഇവിടെ റിസർച്ച് നമ്മൾ തുടങ്ങിയിട്ടില്ല. അതിന് മുൻപ് തന്നെയും ഇവിടെ റിസർച്ചർ ഒരു ഹൈപ്പോത്തസിസ്, ഒരു അസംഷൻ, ഒരു ഊഹം അതങ്ങ് ഫോർമുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫോർമുലേറ്റ് ചെയ്യുന്നൊരു ടെൻറ്റേറ്റീവ് അസംഷനാണ്. ഇനി എന്താണ് ഇതിന് ടെൻറ്റേറ്റീവ് അസംഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഇദ്ദേഹം ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്തു. ഈ കമ്പനിക്ക് ഇൻഡോർ അഡ്വർടൈസിംഗ് ആണ് മികച്ചത്. അത് ശരിയാകാം. ചിലപ്പോൾ പഠനങ്ങളൊക്കെ നടത്തി കഴിയുമ്പോൾ അതങ്ങനെ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കാം അതിൻ്റെ റിസൾട്ട്. അതായത് ഈ കമ്പനിക്ക് ഇൻഡോർ അഡ്വർടൈസിംഗ് ആണ് മികച്ചത് എന്നുള്ള ഫൈൻഡിങ്സിലേക്ക് റിസർച്ചർ എത്തിച്ചേരും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് ആയിരിക്കും ആ കമ്പനിക്ക് സ്യൂട്ടബിൾ ആകുന്നത്. അപ്പോൾ ഇവിടെ ആ സൊല്യൂഷൻ അവിടെ മാറുകയാണ്. ഇൻഡോർ അഡ്വർടൈസിംഗ് ആണ് ഈ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ചതെന്നായിരുന്നു റിസർച്ചർ ആദ്യം ഫോർമുലേറ്റ് ചെയ്ത അസംഷൻ. അങ്ങനെ ഒരു ഊഹത്തിലാണ് പഠനം മുന്നോട്ട് പോയത്. പക്ഷേ പഠനമെല്ലാം കഴിയുമ്പോഴത്തേക്കിന്, റിസർച്ച് കഴിയുമ്പോൾ അങ്ങനെയല്ല. ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് ആണ് ആ കമ്പനിക്ക് സ്യൂട്ടബിൾ ആകുന്നത് എന്നൊരു സൊല്യൂഷനിലെത്തുന്നു. അപ്പോൾ അവിടെ ആ ഹൈപ്പോത്തസിസ് മാറി. ആ അസംഷൻ എന്താണ്? ശരിയല്ല, കറക്റ്റല്ല. അപ്പോൾ അതാണ് ഈ ടെൻറ്റേറ്റീവ് അസംഷൻ എന്ന് പറയുന്നത്. ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം ഫോർമുലേറ്റ് ചെയ്യുന്നതാണ് ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ടെൻറ്റേറ്റീവ് അസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൈപ്പോത്തസിസ് ഒരു പഠനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. എല്ലാ പഠനത്തിനും ഇതുപോലൊരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിയുടെ വെൽഫെയർ മെഷേഴ്സിനെ കുറിച്ചാണ് ഒരു റിസർച്ചർ പഠിക്കുന്നതെങ്കിൽ നേരത്തെ തന്നെയും ആ റിസർച്ചർക്ക് ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. ആ കമ്പനിയുടെ ലേബർ വെൽഫെയർ മെഷേഴ്സ് മികച്ചതല്ല. അപ്പോൾ മികച്ചതല്ല എന്നുള്ള ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും പിന്നീട് റിസർച്ചറിൻ്റെ ഉദ്ദേശം. ചിലപ്പോൾ പഠനം കഴിയുമ്പോൾ, റിസർച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം ഫൈൻഡിങ്സ് എല്ലാം ആ രീതിയിൽ തന്നെ ആയിരിക്കും ചെന്നെത്തുക. ചിലപ്പോൾ അങ്ങനെ ആവണമെന്നുമില്ല. അപ്പോൾ ആ റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ധാരാളം ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം.
ഹൈപ്പോത്തസിസ് ഒരെണ്ണം മാത്രമല്ല, ഇഷ്ടം പോലെ ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. ആ ഒരു റിസർച്ചിൻ്റെ നേച്ചർ അനുസരിച്ച്, ആ ഒരു റിസർച്ചിൻ്റെ ആവശ്യകത അനുസരിച്ച്. ഇപ്പോൾ ധാരാളം ആസ്പെക്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ധാരാളം വേരിയബിൾസ് ആ റിസർച്ചിനകത്ത് വരുന്നുണ്ടെങ്കിൽ അതുമായിട്ടെല്ലാം റിലേറ്റ് ചെയ്ത് ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം. അത് ആ റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ റിസർച്ചറിനെ സഹായിക്കും. മുൻകൂട്ടി ഇതാണ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആ പഠനത്തിന് മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയാകും. അപ്പോൾ ഇൻഡോർ അഡ്വർടൈസിംഗ് ആണ് ആ കമ്പനിക്ക് യോജിച്ചത് എന്ന് ഒരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണോ വേണ്ടുന്നത്, അത് ഔട്ട്ഡോർ ആണോ വേണ്ടുന്നത് എന്നതിനെ ഡയറക്റ്റ് ചെയ്ത ആ പഠനത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനെ ഫോക്കസ് ചെയ്ത ആ പഠനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യുന്നത്. Next, research proposal. The research proposal are in the form of a synopsis stating the research objectives, the methodology of research, benefits of study along with the detailed bibliography. ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കണം. റിസർച്ച് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ റിസർച്ചിൻ്റെ ഒരു സിനോപ്സിസ് തയ്യാറാക്കുന്നതിനെയാണ് റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിനോപ്സിസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു റിസർച്ചിൻ്റെ ഔട്ട്ലൈനിനെയാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു റിസർച്ചർക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് ഈ റിസർച്ച് നടത്തേണ്ടുന്നത്. അതിനെയാണ് റിസർച്ചിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അതിനെയാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. നമ്മൾ റിസർച്ചിൻ്റെ കാര്യത്തിൽ റിസർച്ചിൻ്റെ ഔട്ട്ലൈനൊക്കെ അതിൻ്റെ വളരെ ഒത്തിരി ലെങ്തി ആയിട്ടൊന്നും അത് തയ്യാറാക്കേണ്ടതില്ല. എങ്ങനെയാണ്, എന്താണ് റിസർച്ചിൻ്റെ ഉദ്ദേശം, അത്തരം കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സമ്മറി പോലെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുക, ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിനെയാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്നത് ഒരു സിനോപ്സിസ് പോലെയാണ്. എങ്ങനെയാണ് റിസർച്ച് നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഈ റിസർച്ച് പ്രപ്പോസൽ ആ സിനോപ്സിസ് തയ്യാറാക്കിയിട്ട് അല്ലെങ്കിൽ ആ റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കിയിട്ട് അത് ഒന്നുകിൽ റിസർച്ചറിൻ്റെ ഗൈഡിന് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിസർച്ച് ഓർഗനൈസേഷൻ്റെ അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവരിത് നോക്കും ഈ സിനോപ്സിസിൽ. അപ്പോൾ പെട്ടെന്ന് അവർക്കത് മനസ്സിലാവും ഈ റിസർച്ചർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെയാണ് അവർ റിസർച്ചിനുള്ള പെർമിഷൻ കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് റിസർച്ച് സിനോപ്സിസിൽ വേണ്ടുന്നത് അല്ലെങ്കിൽ ആ പ്രപ്പോസലിൽ വേണ്ടുന്നതെന്ന് നോക്കാം. റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഈ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് റിസർച്ച് നടത്തുന്നത്, അത് ആ റിസർച്ച് പ്രപ്പോസലിനകത്ത് ഉണ്ടായിരിക്കണം. അടുത്തതായി ദ മെത്തഡോളജി ഓഫ് ദ റിസർച്ച്. ആ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടായിരിക്കണം. ഡേറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആരിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നത്, ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ. അടുത്തതായി ബെനഫിറ്റ്സ് ഓഫ് ദ സ്റ്റഡി. ഈ പഠനം കൊണ്ട് എന്ത് പ്രയോജനമാണ്, ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാകുക, എവിടേക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം, അത്തരം കാര്യങ്ങൾ ആ റിസർച്ച് പ്രപ്പോസൽ ഉണ്ടായിരിക്കണം. അലോങ് വിത്ത് എ ഡീറ്റെയിൽഡ് ബിബ്ലിയോഗ്രഫി. ഇത് കൂടാതെ ഈ ഒരു റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ബുക്സാണ് റെഫർ ചെയ്തത്, എന്തെല്ലാം മെറ്റീരിയൽസാണ് റെഫർ ചെയ്തത്, വെബ്സൈറ്റ് എല്ലാം അതിനകത്ത് ഉൾപ്പെടും. അവയുടെയൊക്കെ ഒരു ലിസ്റ്റും ഉണ്ടായിരിക്കണം. അതിനെയാണ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ബിബ്ലിയോഗ്രാഫിയുടെ ഫോർമാറ്റിനെ കുറിച്ചൊക്കെ പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് ബിബ്ലിയോഗ്രാഫി എഴുതേണ്ടത്. അപ്പോൾ ബിബ്ലിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബുക്കുകളാണ്, എന്തൊക്കെ മെറ്റീരിയൽസാണ് റിസർച്ചർ റെഫർ ചെയ്തത്, അതിൻ്റെ ഒരു ലിസ്റ്റാണ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക ഫോർമാറ്റിൽ വേണം തയ്യാറാക്കാൻ. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്നതാണ്
റിസർച്ച് പ്രപ്പോസൽ. അപ്പോൾ ഇത് തയ്യാറാക്കണം. ഇത് തയ്യാറാക്കി നേരത്തെ പറഞ്ഞതുപോലെ ആ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരുടെ പെർമിഷനാണോ വേണ്ടുന്നത് അവർക്കിത് സബ്മിറ്റ് ചെയ്യണം. ഈ ഒരു റിസർച്ച് പ്രപ്പോസൽ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും റിസർച്ചർ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് മെത്തഡോളജി, എന്താണ് ഇതിൻ്റെ ബെനഫിറ്റ്സ്, ഏതൊക്കെ മെറ്റീരിയൽസ് റെഫർ ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അപ്പോൾ അത് ഫീസിബിൾ ആണെങ്കിൽ ആ റിസർച്ചറിന് ആ പഠനവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഒരു റിസർച്ച് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു സിനോസിസ് കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും നോക്കുന്ന ആൾക്ക് എന്താണ് ആ റിസർച്ച് എന്നുള്ളത്. നെക്സ്റ്റ്, റിസർച്ച് ഡിസൈൻ. It outlines the condition for collection and analysis of data. It will specifically contains the information about sampling design, data collection and instrument design. ഇനി അടുത്തതായി നമ്മൾ റിസർച്ച് പ്രപ്പോസൽ തയ്യാറാക്കി. അതിനകത്ത് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ മെത്തഡോളജി, അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ബെനഫിറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷം റിസർച്ച് ഡിസൈൻ തയ്യാറാക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഡേറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അതിനുശേഷം ഇതെങ്ങനെ അനലൈസ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഔട്ട്ലൈൻ, ഒരു പ്ലാനാണ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാര്യങ്ങൾക്കാണ്. എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നത്, ഇനി ഏതെല്ലാം അനലിറ്റിക്കൽ ടൂൾസ്, ഒരു ഡേറ്റ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ ഉപയോഗിക്കണം, അത് ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് റിസർച്ച് ഡിസൈനകത്ത് പ്രധാനമായിട്ടും പറയുക. റിസർച്ച് ഡിസൈന് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടതാണ്. അതെന്താണ്, അതിൻ്റെ കണ്ടൻസ് എന്താണ്, അതിന് വേണ്ടുന്ന ക്വാളിറ്റീസ്, ഇത്തരം കാര്യങ്ങളെല്ലാം പിന്നീട് നമ്മൾ പഠിക്കും. യഥാർത്ഥത്തിൽ ഈ റിസർച്ച് പ്രോസസ്സിനകത്ത് വരുന്നതാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത് അത്രയും ഇനി അങ്ങോട്ട് പഠിക്കുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ റിസർച്ചിന് വേണ്ടി ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യാം, എങ്ങനെ അതിനെ കളക്ട് ചെയ്ത ഡേറ്റ എങ്ങനെ അനലൈസ് ചെയ്യും, അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഔട്ട്ലൈനാണ്, അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു പ്ലാനാണ് പ്രധാനമായിട്ടും റിസർച്ച് ഡിസൈൻ. അപ്പോൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾക്കാണ് റിസർച്ച് ഡിസൈൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സാമ്പിളിംഗ് ഡിസൈൻ, ഡേറ്റ കളക്ഷൻ, ഇൻസ്ട്രുമെൻറ്റ് ഡിസൈൻ. സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ മുൻപൊരിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പഠനവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മുഴുവൻ എൻറ്റിറ്റീസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് വേണ്ടുന്നത്, ഏത് പ്രൊഫഷണൽ കോഴ്സിനാണ് ഡിമാൻഡ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ പ്രൊഫഷണൽ കോഴ്സിനുള്ള താല്പര്യം, അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്, കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികളും. പക്ഷേ ആ മുഴുവൻ കുട്ടികളെയും ചോദ്യം ചെയ്യുവാനോ പറ്റില്ല, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്റ്റുഡൻസിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുക്കും. ആ സാമ്പിളിനോടാണ് ചോദ്യം ചോദിക്കുക. അപ്പോൾ അതെങ്ങനെയാണ്, എത്രയാണ് പോപ്പുലേഷൻ, അവരിൽ നിന്നും എത്രമാത്രം സാമ്പിൾ തിരഞ്ഞെടുക്കണം. ഇനി സാമ്പിൾ തിരഞ്ഞെടുക്കാൻ പല ടെക്നിക്സ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ സാമ്പിളിനെ തിരഞ്ഞെടുക്കുക, ഇത്തരം കാര്യങ്ങൾ. ഇനി ആരാണ് സാമ്പിൾ യൂണിറ്റ്, അതായത് ഇത്രയും പേരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ കാറ്റഗറി അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സ് പഠിക്കുന്നവരിൽ നിന്നാണ്, ഡിഗ്രിക്ക് ഏതൊക്കെ കോഴ്സിൽ പഠിക്കുന്നവരാണ്, അതിനാണ് നമ്മൾ സാമ്പിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാമാണ് സാമ്പിൾ ഡിസൈനകത്ത് ഉൾപ്പെടുന്നത്.
പോപ്പുലേഷൻ എത്രയാണ്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് എത്രയാണ്, സാമ്പിൾ എത്ര പേരെ വേണം, സാമ്പിൾ ടെക്നിക്ക് എന്തൊക്കെയാണ്, സാമ്പിൾ യൂണിറ്റ് എന്താണ്, ഇതിനെല്ലാമാണ് നമ്മൾ അതിനെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇതിനെ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയും. ഏകദേശം ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടാണ്, ഇതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടാണ്, ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. ഇനി അടുത്തതായിട്ട് റിസർച്ച് ഡിസൈൻ പ്രധാനമായിട്ടും വേണ്ടുന്ന മറ്റൊരു കാര്യം ഡേറ്റ കളക്ഷൻ. അപ്പോൾ സാമ്പിളിനെയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി അവരിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്യണം. ഡേറ്റ കളക്ട് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്ന മാർഗം എങ്ങനെയാണ്? അതിന് പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നത്? മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ പിന്നീട് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. പല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട് ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ ഒരു റിസർച്ചിന് വേണമെന്നില്ല. ഒരു പർട്ടിക്കുലർ റിസർച്ചിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് അതിൻ്റെ റിസർച്ച് ഡിസൈനകത്ത് പറഞ്ഞിരിക്കണം. അടുത്തതായി ഇൻസ്ട്രുമെൻറ്റ് ഡിസൈൻ. ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിസർച്ചിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷേ റിസർച്ചിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ കളക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ല, പല മെത്തേഡ്സിലൂടെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സംശയം, ടൂള് അതായത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അതിനൊക്കെയാണ് ഈ ഇൻസ്ട്രുമെൻ്റ് ടൂളെന്നൊക്കെ പറയുന്നത്. ക്വസ്റ്റ്യനെയർ തയ്യാറാക്കും നമ്മൾ. ഇപ്പം നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതെല്ലാം ബാധകമാണ്. നിങ്ങൾക്കും ഒരു സാമ്പിളിംഗ് ഡിസൈൻ നിങ്ങൾ തയ്യാറാക്കണം, ഡേറ്റ കളക്ഷൻ തയ്യാറാക്കണം. അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യണം, എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നത് എന്നുള്ളത്. പിന്നീട് ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും അത് ക്വസ്റ്റ്യനെയറാണ്. ക്വസ്റ്റ്യനെയറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ഏത് ടോപ്പിക്കാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡേറ്റ കളക്ട് ചെയ്യണം, വിവരങ്ങൾ ശേഖരിക്കണം. അത് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു റിസർച്ച് ചെയ്യുന്നത്. ഡേറ്റ കളക്ട് ചെയ്യാതെ, വിവരങ്ങൾ ശേഖരിക്കാതെ നമുക്ക് റിസർച്ച് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അത്തരത്തിൽ ആ ഡേറ്റ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ വേണം. പ്രധാനമായിട്ടും അത് ക്വസ്റ്റ്യനെയറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കേണ്ടുന്നത്? ഇനി ക്വസ്റ്റ്യനെയർ മാത്രം മതിയോ? മറ്റ് ചില ടൂൾസൊക്കെ ഉണ്ട്, വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിലും അവയും റിസർച്ചിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അതേതെങ്കിലും വേണമോ? ഇനി ക്വസ്റ്റ്യനെയർ തന്നെയാണെങ്കിൽ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടുന്നത്? ക്വസ്റ്റ്യൻസ് വെറുതെ തയ്യാറാക്കുകയല്ല, വളരെ ആലോചിച്ച ടോപ്പിക്കിന് ആ ഒരു റിസർച്ചിൻ്റെ ഫൈൻഡിങ്സിലേക്ക് എത്താൻ സഹായകരമായിട്ടുള്ള രീതിയിൽ വേണം ആ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിൽ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കണം. അപ്പോൾ ഈ രീതിയിൽ ഇൻസ്ട്രുമെൻ്റ് ഡിസൈൻ ഇതും റിസർച്ച് ഡിസൈനകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള റിസർച്ച് ഡിസൈൻ തയ്യാറാക്കണം. റിസർച്ച് ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഗൈഡ് ലൈൻ തന്നെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള സാമ്പിളിംഗ് ഡിസൈൻ എങ്ങനെയാണ്, ഡേറ്റ കളക്ഷൻ എങ്ങനെയാണ്, ഏത് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്ന ഒന്നാണ് റിസർച്ച് ഡിസൈൻ. Assignment question: what is hypothesis?